അബ്ദുള്ള വാഴക്കാട്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെയും നല്ലൊരു വേദിയാണ്. എല്ലാവരുടെയും ചരിത്രങ്ങളും കഥകളും ഒക്കെ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ സമയത്തിൻ്റെ കുറവ് കൊണ്ടും മുൻപ് ഞാൻ പല വേദികളിലും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടും തീർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചിലർ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതുകൊണ്ട് അവരെ നിരാശപ്പെടുത്തേണ്ടതല്ലോ എന്ന് കരുതി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരു ക്രൈസ്തവ തറവാട്ടിലായിരുന്നു എൻ്റെ ജനനം. ചെറുപ്പകാലത്തിൽ തന്നെ ദൈവീക വേലയ്ക്ക് വീട്ടുകാർ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് സ്വഭാവപരമായ കാര്യങ്ങളും സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ പഠിച്ചു പോകുന്നു. പക്ഷേ സൺഡേ സ്കൂളിൽ പഠിക്കുന്തോറും പിതാവ് പുത്ര പരിശുദ്ധാത്മാ ദൈവത്തിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റും സംശയം തോന്നി വരികയായിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഓരോ സംശയങ്ങൾ ചോദിക്കും തോറും സൺഡേ സ്കൂൾ അധ്യാപകർക്ക് യാതൊരു വിശദീകരണവും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല സംശയങ്ങൾ ഏറി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് സൺഡേ സ്കൂൾ പഠനങ്ങൾ കഴിഞ്ഞു. ഒരു ജോലിയായിട്ടും മലപ്പുറം ജില്ലയിലെ വാഴക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തും ജോലിയായി എത്തി. മലപ്പുറം ജില്ലയിലെ ഒരു 85% മുസ്ലിം മജോറിറ്റിയുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് വാഴക്കാട് പഞ്ചായത്ത്. അവിടെ ഏറെക്കാലം ജോലി ചെയ്തു. കുറേ മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ സദസ്സിലും അതിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 10 വർഷത്തിന് മുമ്പ് സൗദി അറേബ്യയിൽ വരികയും ഇവിടെ ജാരിയാത്തിന് ചില പുസ്തകങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു. ഏകദൈവവിശ്വാസത്തിനെ കുറിച്ചുള്ള പല യേശുക്രിസ്തുവിൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കിട്ടാതാണ് പലപ്പോഴും തല ഇങ്ങനെ വിങ്ങായിരുന്നു. ശരിക്കും സൺഡേ സ്കൂൾ അധ്യാപകന്മാരെ സംബന്ധിച്ചോളം 10ാം ക്ലാസ് പാസ്സായി അവരും ഒരു 5-6 വർഷങ്ങൾ ഈ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് അവർ തന്നെ അധ്യാപകരായി വരുന്നുള്ളൂ. സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നീ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യണ്ട, നീ പഠിച്ചാൽ മതി. പക്ഷെ നമുക്ക് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു സാഹചര്യം അവരിൽ നിന്നും കിട്ടിയിട്ടില്ല. സഭ ഇവിടെ അധ്യക്ഷന്മാരിൽ നിന്നും മേലധ്യക്ഷന്മാരിൽ നിന്നും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യയിൽ വന്നിട്ട് ചില പുസ്തകങ്ങൾ വായിക്കാനിടയിൽ ആ പുസ്തകത്തിൽ ഉള്ള പരാമർശങ്ങളും ഏകദൈവവിശ്വാസവും ബഹുദൈവവിശ്വാസവും ഏകദൈവവിശ്വാസം എന്താണെന്നും ബഹുദൈവവിശ്വാസം എന്താണെന്നും ഒരു ക്രൈസ്തവനായിരുന്ന എന്നെ സംബന്ധിച്ചോളം അറിവില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ചില പുസ്തകങ്ങൾ വായിക്കാനിടയാകുകയും ഏകദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള സംശയം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു, യൂദാക്കളെ ആരാധിക്കുന്നു, കന്യമറിയാമിനെ ആരാധിക്കുന്നു. എല്ലാ ദൈവങ്ങളും മോശയ്ക്ക് കൊടുത്തുള്ള 10 കൽപ്പനകളനുസരിച്ചും ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് 10 കൽപ്പന പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വക വസ്തുക്കളെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു, ദൈവപുത്രനായിട്ട് കരുതുകയും ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ റിയാദിൽ തന്നെ പോകാനിടയായി. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് മുൻപ് കാലത്ത് തന്നെ ഖുർആൻ പരിഭാഷ ഒന്ന് വായിച്ച് കിട്ടാൻ കൊള്ളാമെന്നുള്ള താല്പര്യത്തോടെ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് അന്ന് മലപ്പുറം ജില്ലയിൽ വെച്ച് കിട്ടിയില്ല. അറബി വായിക്കാനായിട്ട് അറിഞ്ഞും കൂടാ. അതെല്ലാം ഇനി അറിയാമെങ്കിൽ തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ തരൂലല്ലോ, എന്നാൽ എനിക്കവിടെ പ്രയോജനമില്ല. അങ്ങനെ എന്തായാലും സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് പോയി ഒരു ഖുർആൻ പരിഭാഷ ഇരിപ്പുണ്ട്. അതിങ്ങനെ ഇറങ്ങി നോക്കി കുറച്ച് സമയം കഴിഞ്ഞ് സുഹൃത്ത് അകത്തേക്ക് പോയ സമയത്തും ഖുർആൻ്റെ ഒരു മൂല ഒന്ന് മറിച്ച് നോക്കി. എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന ഒരു വാക്യം വായിക്കാനുണ്ട്. അപ്പോൾ സുഹൃത്ത് വരുന്ന കണ്ട സമയത്തും വേഗം അത് അടച്ചു വെച്ചു. അത് കണ്ടിട്ട് ഇനികളൊക്കെയൊന്നും തോന്നണ്ടായെന്ന് കരുതി വേഗം അടച്ചു വെച്ചു. പക്ഷെ ഈ വാക്ക് എന്നെ എന്തൊക്കെയോ ചിന്തിച്ചു. അള്ളാഹുവിനെ ഈ പുസ്തകത്തിൽ പറയുന്ന ആരാണെന്നുണ്ടെങ്കിൽ ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ എന്തിന് കന്യാമറാമിനെ ആരാധിക്കണം, യേശുക്രിസ്തുവിനെ ആരാധിക്കണം
വിശുദ്ധ പിന്നെ തോമാസിലെ ആയിരിക്കണം, പുണ്യവാളന്മാരെ ആലോചിക്കണം. ഇങ്ങനെയുള്ള പല ചിന്തകളും ഇങ്ങനെ കൂടി വന്നു. ആ പുസ്തകം ഒന്ന് കിട്ടണമെന്ന് വിചാരിച്ചു. കൂടുതൽ വായിക്കാനും പറ്റില്ല, ആ സുഹൃത്ത് വന്നുകൊണ്ട് മറച്ചു വെച്ചതുകൊണ്ട് പിന്നെ ഏത് ഭാഗത്താണെന്നൊന്നും അറിയില്ല. കുറച്ചു നേരം പോരാൻ നേരത്ത് സുഹൃത്തിനോടിങ്ങനെ സംശയം വരും, ഇവിടെ ഇതൊന്ന് വായിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഏതാണെങ്കിലും കൊണ്ടുവന്നു. ആദ്യത്തെ 4-5 സുഹൃത്തുക്കൾ വായിച്ചപ്പോൾ തന്നെ സംഭവങ്ങളൊക്കെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ സുഹൃത്തിൻ്റെ കാര്യത്തിൽ ആയത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിപ്പോകുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. ഇത്രയും നാളും നമ്മളെന്തോ ഒരു തെറ്റായ ഇതിലായിരുന്നു, തലയിൽ എന്തോ ഒരു ഭാരം കയറിയിരിക്കുന്നു അപ്പോൾ എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് ഖുർആന്റെ പരിഭാഷ പുസ്തകം വായിച്ചു തീർത്തു. പക്ഷേ എന്താണ് ഒരു നെല്ലും പതിരും തമ്മിൽ വേറിയാത്ത ഒരു സ്ഥിതിയായതുകൊണ്ട് ഒരാളെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ചില വിവരങ്ങൾ കിട്ടി. അപ്പോഴങ്ങനെയാണ് മനസ്സിലായത്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് നടന്ന ഈ ബഹുദൈവ ആരാധന വിശ്വാസം വേണ്ടായാലും മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് തന്നെ എനിക്കും തിരഞ്ഞെടുത്തുകൂടെ എന്നുള്ളൊരു ചിന്തയായി. പിന്നെ ഒട്ടും താമസിക്കേണ്ടി വന്നില്ല. അൽഹംദുലില്ലാ ഈ മതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ നാട്ടിൽ തന്നെ പലരും പറയും മറ്റു മതങ്ങളിൽ കയറി വരുന്നു ഒരു പ്രസ്താവന ഇപ്പോൾ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഇത്രയും എൻ്റെ അനുഭവം പറയാൻ സമയമില്ലെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കണം. 85% മുസ്ലിംകൾ താമസിച്ചിരുന്ന ഒരു ജില്ലയിൽ ഞാൻ 20 വർഷത്തോളം താമസിച്ചിട്ടും ഇസ്ലാമിനെ കുറിച്ച് ഒരു വാക്യം പോലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ബോധനങ്ങൾ കക്ഷത്തി വെച്ച് ചിലർ നോമ്പ് ഉറപ്പിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് സജീവമായിട്ട് ഞാനത് അടിച്ചിട്ട് പോന്നു. അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്തിനാണെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പോന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സഹോദരന്മാർ, നമ്മൾ 3-4 മണിക്കൂർ ഒരു മുസ്ലിമിൻ്റെ കൂടെ കഴിച്ചുകൂടും. ഇസ്ലാമിനെ കുറിച്ച് എന്താണെന്ന് നമ്മൾ പറയില്ല, അവനെക്കുറിച്ച് എന്താണെന്ന് പറയില്ല. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അവനൊരു സൽക്കാരത്തിന് വരും, അവൻ്റെ വീട്ടിൽ നമ്മൾ സൽക്കാരത്തിന് പോകും, യാത്രയിലായിരിക്കും, പല സമയത്തുണ്ടാകും. നമ്മൾ ഇസ്ലാമിനെ കുറിച്ചും അവനോട് യാതൊരു കാര്യങ്ങളും നമ്മൾ പറയത്തില്ല. ഇന്ന് നമ്മൾ ഓർക്കുക, നമുക്ക് ഒരു പ്രബോധന ബാധ്യതയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് വേവിച്ച് നോക്കാം, ഞാൻ അത് എത്ര ശതമാനം പൂർത്തിയാക്കുന്നു. ഈ സൗദി അറേബ്യയിൽ നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഇത്രമാത്രം സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിൽ പോയാൽ നാട്ടിൽ പോയാൽ ഒരിക്കലും കിട്ടില്ല. സഹോദരന്മാർ, നീച്ചത്വത്തിൻ്റെ പല പ്രസിദ്ധീകരണങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്നേഹസംവാദം മാസിക നമുക്ക് എല്ലാവർക്കും പോയിട്ട് ആ മുസ്ലിം സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഒരു ഉപകാരം, ഇപ്പോൾ ഒരു ചെറിയ അക്ബർ സാഹിബ് അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളുകളെ കോളേജുകളും UP സ്കൂളുകൾ ടെക്നിക്കൽ സ്കൂളുകളും എല്ലാ സ്കൂളുകളിലേക്കും ഒരു സ്നേഹസംവാദം 2 വർഷത്തേക്ക് വരിക്കാരായിട്ട് അയച്ചു കൊടുക്കാം. ഒരു ഖുർആൻ പരിഭാഷ ഇട്ട് കൊടുക്കും. കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പോൾ സ്കൂൾ ലൈബ്രറികൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എല്ലാ സ്കൂളുകാർക്കും ഒരു ഖുർആൻ പരിഭാഷ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓക്കെ, മലപ്പുറം ജില്ലയെ തിരഞ്ഞെടുക്കാൻ കാരണം തെക്കൻ ജില്ലകളിൽ നിന്ന് കൂടുതൽ മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം മലപ്പുറം ജില്ലയാണ്. ഒഴിവുള്ള സമയത്ത് അവരും ഗ്രാറ്റുവിറ്റിയെക്കുറിച്ചും ബോണസിനെക്കുറിച്ചും പ്രസവാവധിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയുള്ളൂ. ഈ ഒരു സംവാദം മാസിക അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു നമ്മുടെ മുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയും അവരുടെ ഇടയിൽ അതൊരു ചർച്ചയ്ക്ക് ഇടയാകുകയും ആർക്കെങ്കിലും ഒരു വ്യതിയാനം സംഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. നല്ലൊരു മാർഗമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ, നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾ വരിക്കാരായിരിക്കാം, വീട്ടിലുണ്ട് അയക്കുന്നുണ്ടായിരിക്കും. ഒരു മുസ്ലിം സുഹൃത്തിനെങ്കിലും ഒരു സംവാദ മാസിക അയച്ചു കൊടുക്കാൻ ഇപ്പം വായനശാലകൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അതിലില്ലാത്തവരും ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ വരിക്കാരാകണമേ എന്നെനിക്ക് അപേക്ഷയാണ്. കാര്യം ഏത് സമയത്താണ് എവിടെ വെച്ച് ആർക്കാണ് ഈ ഹിദായത്തിന് മാർഗം കിട്ടുകയെന്നറിയില്ല. അതുകൊണ്ട് ഈ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഈ വായനശാലകൾക്കോ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സ്കൂളുകൾക്ക് അയച്ചു കൊടുക്കുന്ന സ്കീമിലോ
2 വർഷത്തേക്കുള്ളത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഖുർആൻ പരിഭാഷയും അവർക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണമേ. ഇവിടെ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഒരു കൗണ്ടറുണ്ട്. നിശബ്ദത്തിൻ്റെയും ദവാ ബുക്സിൻ്റെയും പുസ്തകങ്ങൾ അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് കിട്ടും. പിന്നെ നാട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ, നിശബ്ദത്തിന് കുറേ പുസ്തകങ്ങളുണ്ട്. അത് നമ്മൾ പൈസ ഇവിടെ അടച്ച് അട്ടന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് അമുസ്ലിം സുഹൃത്തിന് അയച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ചിലപ്പോൾ നമ്മൾ 10 റിയാൽ, വെറും 10 റിയാൽ ഉണ്ടായിരിക്കും ഒരുത്തിന് ഹിദായത്തിലാവുന്നു. എനിക്കറിയാം, ഞാൻ അത്രയും വർഷം അവിടെ താമസിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു പൈസയ്ക്ക് മുടക്കില്ല ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രസിദ്ധീകരണങ്ങൾ നാട്ടിലേക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ താല്പര്യം കാണിക്കാം. അതുപോലെ സംവാദത്തിൻ്റെ കാര്യത്തിലും ഒരു താല്പര്യം കാണിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സഹോദരങ്ങളെ, ഇനി ഒരുപാട് പേര് സംസാരിക്കുവാനുണ്ട്. പക്ഷെ നമുക്ക് സമയം ദേശത്തിലും വളരെ കൂടിയിട്ടുണ്ട്.